എന്റെ അച്ഛനാരി? എന്റെ കൊച്ചച്ഛൻ. നിന്റെ അച്ഛനാരാ? നിന്റെ വലിയച്ഛൻ. അപ്പൊ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് കം കസിൻസ്. ഇന്ന് നമ്മുടെ +2 റിസൾട്ട് വരും. യെസ്, എന്റെ വലിയച്ഛനെ നിന്റെ കൊച്ചച്ഛനെ നമ്മുടെ റിസൾട്ട് കാണിച്ച് പ്രൗഡ് ആക്കും. അളി, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്ന് വെച്ചാ ഭയങ്കര. പോടാ. ഒരു പെണ്ണായിരുന്നു നിന്നെ ഞാൻ പ്രേമിച്ചേനെ. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് സമ്മതമെന്നൊക്കെ. അളിയ, പണ്ട് ഞാൻ കുടുംബക്കാരുടെ കല്യാണത്തിന് ബോറടിച്ചിരിക്കുമ്പോ നിന്റെ ഒരു വരവുണ്ട്. എടാ, എനിക്കും ഏതെങ്കിലും കുടുംബ പരിപാടിക്ക് പോയാൽ ആദ്യം എന്റെ കണ്ണ് തരുന്നത് നിന്നെ. ഓർമ്മയുണ്ട സുനിയാമ്മൻ തെങ്ങിന്ന് ഒരഞ്ഞു വീണ് മരിച്ചപ്പോ മരിപ്പ് വീട്ടി നമ്മൾ രണ്ടുകൂടി ചിരിച്ച്? മെമ്മറീസ്. എന്റെ ഫേവറേറ്റ് കസിൻ നീയാടാ. എന്റെയും. റിസൾട്ട് നോക്ക് വേഗമായിട്ട്. എന്റെ നോക്കണോ നിന്റെ നോക്കണോ? ആരുടെയൊക്കെ നോക്കടാ. നോക്കൂ അച്ഛൻ. റിസൾട്ട് വന്നിട്ട് വേണം ഗൾഫിൽ വിടണോ അതോ നാട്ടിൽ നിർത്തി പോറ്റണോ എന്നൊക്കെ ആലോചിക്കുക. വല്യച്ഛ, കമ്പൈൻ സ്റ്റഡി സ്പെഷ്യൽ ക്ലാസ് നൈറ്റ് ക്ലാസ് പോരാത്തതിന് തുണ്ട് വെച്ചാണ് ഞങ്ങൾ പരീക്ഷ എഴുതിയത്. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ കോൺഫിഡൻസോ അഹങ്കാരമോ ഒന്നുമല്ല, കുന്തളിപ്പാണ്, കുന്തളിപ്പ്. കുന്തളിപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിന്റെ അച്ഛൻ വീട്ടിൽ ഉണ്ടാ? ഉണ്ട്, ഇന്നലെ വല്യച്ഛനെ പറ്റി പറഞ്ഞു. ചീത്ത പറഞ്ഞാ തന്തയ്ക്ക് പറഞ്ഞ? തന്തയ്ക്ക് പറയൂല, ഒരു തന്തയിൽ പോയില്ലേ. കറക്റ്റ്, ചീത്തയാ പറഞ്ഞത്. അല്ല, ഭാഗ്യത്തിന് ഇതങ്ങാനും ജയിച്ചു പോയ എന്തോ പരിപാടി ഇനി? മഞ്ഞ ലഡു വാങ്ങിച്ചിട്ട് എല്ലായിടത്തും വിതരണം ചെയ്യണം. എടാ അതല്ലടാ കുഞ്ഞ്. അച്ഛാ, ഞാൻ ജയിച്ച്. എത്ര A+റാ? ഒരുമാതിരി വേണ്ട സംസാരം സംസാരിക്കരുത്. ജയിച്ചത് തന്നെ വലിയ കാര്യം. എവന്റെ നോക്ക് നോക്ക്. എടാ, നീ തോറ്റടാ. തോറ്റ്. തോറ്റ ചുമ്മാ. സത്യമായിട്ടും. എടാ, അതെങ്ങനെടാ നീ ജയിച്ചിട്ട് ഞാൻ തോക്കുന്ന? എന്റെ മോൻ പഠിച്ചടാ. എടാ, ഞാൻ കൊടുത്ത തുണ്ടിലാണോ അവൻ ജയിച്ചത്? But fate is against you. അയ്യോ, എന്റെ അച്ഛൻ ഇപ്പോന്നിരിക്കും പപ്പടത്തിന് മീശൊട്ടിച്ച പോലെ. മനസ്സിന് മറയില്ല, സ്നേഹത്തിന് അതിരില്ല. ഇനി നിങ്ങൾ പിരിയില്ല, പിരിയണം. ശങ്കര, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന്മാരുടെ ബുദ്ധിയാണ് മക്കൾക്ക് കിട്ടുന്നത്. അങ്ങനാണെങ്കിൽ ആദ്യം പൊട്ടേണ്ടത് നിന്റെ മോനെ. ഞാൻ കുറച്ചൊക്കെ പഠിച്ചായിരുന്നു. കണ്ട, അവന്റെ കാര്യം നോക്കി പോയി. കണ്ടാടാ, എന്റെ മോനെ ഞാൻ ഇനിയും പഠിപ്പിക്കും. എന്തോന്ന് പഠിപ്പിക്കാൻ? അവൻ എന്ത് പഠിക്കണമെന്നുള്ളത് അവന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് ഐലൻഡ് വഴി കണ്ടുപിടിച്ചു തരും. എന്തുവാ? എടാ, അവര് സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും അനുസരിച്ച് ഏത് കോഴ്സ് എടുക്കണമെന്നുള്ളത് സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് ടെസ്റ്റും കരിയർ മാസ്റ്റർ ടെസ്റ്റും എക്സ്പേർട്ട് കൗൺസിലിംഗിലൂടെ 10ഉം +2ഉം കഴിഞ്ഞ പിള്ളേർക്ക് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. എല്ലാ സെഷനും നമുക്ക് ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. പേരൻസിനും എക്സ്പേർട്ട് സെഷനിൽ കൂടിയിരിക്കാം. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാനും ആപ്ലിക്കേഷൻ വരെ അവർ നമ്മളെ കൂടെ ഉണ്ടാവും. പിന്നെ അവിടുത്തെ ഫൗണ്ടേഴ്സ് എല്ലാം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസേഴ്സ് അല്ലേ. ഞാൻ സേ എഴുതിക്കോളാം അച്ഛാ. പരീക്ഷ കഴിഞ്ഞിട്ട് നീ എങ്ങനെ എസ് ചെയ്തൂടാ മണ്ട? എസ്സേയും പാരഗ്രാഫൊക്കെ അപ്പൊ എഴുതണമായിരുന്നു. അച്ഛാ, എസ് അല്ല സേ പരീക്ഷ. നോ, യു നോ സേ, ഐ സേ. ഞാൻ ഇല്ല, നീ എങ്ങനെ പഠിക്കോളിയാ? കുഴപ്പമില്ല, ഞാൻ കണ്ണടച്ചങ്ങ് പഠിച്ചോളാളിയാ.